നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിനിയിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനുണ്ടായ തർക്കത്തെ തുടർന്ന് 4 പേർക്ക് പരിക്ക്. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മത്സ്യക്കൂട് കൃഷിക്ക് കയ്പമംഗലത്ത് തുടക്കമായി. അനാശാസ്യ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ പണം തട്ടിപ്പ് നടത്തിയ കേസിൽ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഗഫൂർ എന്നറിയപ്പെടുന്ന മലപ്പുറം സ്വദേശി ചോലക്കൽ വിജയനാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട പുല്ലൂർ ചാമ്പ്യൻ വില്ലയിൽ മാളിയേക്കര ചേമ്പാറ ആന്റണിയിൽ നിന്നും 13 ലക്ഷം രൂപ തട്ടിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. വീഡിയോ ക്യാമറ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 13 ലക്ഷം രൂപ ഇയാളിൽ നിന്ന് വാങ്ങി ഇയാൾ മുങ്ങി നടക്കുകയായിരുന്നു. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ചേലൂരുള്ള സ്ത്രീയുമായി അടുപ്പത്തിലായ ഗഫൂർ ഈ സ്ത്രീയും ഒന്നിച്ച് ചാമ്പ്യൻ വില്ലയിലായിരുന്നു താമസം. തനിക്ക് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടത്ത് സ്റ്റുഡിയോയും റെസ്റ്റോറന്റും ഉണ്ടെന്ന് ആന്റണിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയത്. തുടർന്ന് ആന്റണി നൽകിയ പരാതിയെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പെൺവാണിഭവുമായി ബന്ധപ്പെട്ട് ചെറുതുരുത്തി, വിയ്യൂർ, ചാലക്കുടി എന്നീ സ്റ്റേഷനുകളിലും സാമ്പത്തിക കേസുകളിൽ തൃശൂർ ഈസ്റ്റ്, കുന്നംകുളം എന്നീ സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുണ്ട്. സ്ഥിരമായി ആഡംബര കാറുകളിലും വസതികളും താമസിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇരിങ്ങാലക്കുട SI അനിൽ ടി മേപ്പുള്ളിയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ചന്ദ്രാപിനിയിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് തർക്കത്തിനിടയിൽ വാഹനമുടമ മുളകുവെള്ളം സ്പ്രേ ചെയ്തതിനെ തുടർന്ന് 4 പേർക്ക് പരിക്ക്. കണ്ണിന് പരിക്കേറ്റ 4 പേരെ ചന്ദ്രാപിന്നിയിലും കൊടുങ്ങല്ലൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപിന്നി സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ ഭരതനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മതിലകം സ്വദേശി കറുപ്പം വീട്ടിൽ ഖാദർ, ഭാര്യ സുലേഖ, എടമുട്ടം ചൂലൂർ സ്വദേശി വലിയകത്ത് ഇൻഷാദ്, ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം സ്വദേശി വെന്നിക്കൽ ഹരികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. ചന്ദ്രാപിന്നിയിൽ ദേശീയപാതയിൽ നിന്ന് കിഴക്കോട്ടെടുത്ത ഖാദറിന്റെയും ഭരതന്റെയും കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഇതേ തുടർന്ന് ഇരുവരും വാക്കുതർക്കമുണ്ടാവുകയും ഭരതൻ ഖാദറിനെ മുഖത്ത് അടിക്കുകയും ചെയ്തു. ഇത് കണ്ടുവന്ന യുവാക്കൾ ഭരതനുമായി തർക്കിക്കുകയും ഇതിനിടയിൽ കാറിലുണ്ടായിരുന്ന മുളകുവെള്ളം പോലെയുള്ള മിശ്രിതം ഇവരുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യുകയുമായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ മതിലകം പോലീസ് ഭരതനെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ ഭരതന്റെ ഇന്നോവ കാർ ചിലർ തല്ലിത്തകർക്കുകയും ചെയ്തു. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്ന ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവത്തിൽ 224 പോയിന്റോടെ അയ്യന്തോൾ TGSM സ്കൂൾ മുന്നേറുന്നു. 208 പോയിന്റുമായി ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സ്കൂളും 199 പോയിന്റുമായി ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതനും തൊട്ടുപിറകിലുണ്ട്. 7 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ 2ാം ദിവസമായ ശനിയാഴ്ച നാടോടി നൃത്തം, സംഘനൃത്തം, ഓട്ടംതുള്ളൽ എന്നീ ഇനങ്ങളാണ് അരങ്ങേറിയത്. മണ്ഡപത്തിൽ തിരിനാളമഗ്നി തെളിയുന്നു, ഉദരത്തിൽ കാണുന്ന ജഠരാഗ്നിയാവുന്നു, ചരാതിന്റെ ഹൃദയത്തിൽ സ്നേഹാഗ്നിയാവുന്നു, കവി ഹൃദയങ്ങളിൽ അക്ഷരമാകുന്നു, ഊർജമായി സൂര്യനിൽ കുടി.